ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും രേഷ്മാസ് എംബ്രോയ്ഡറി വ്ളോഗ്സിൻ്റെ ഇന്നത്തെ ഈ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഈ എപ്പിസോഡിൽ ഞാൻ കാണിക്കാനായിട്ട് പോകുന്നത് വർക്ക് ചെയ്തിട്ടുള്ള രണ്ട് സാരികളാണ്. ഒന്നൊരു ടിഷ്യൂ സാരിയും അതുപോലെ തന്നെ ഒന്നൊരു വിചിത്ര സിൽക്ക് സാരിയുമാണ് കാണിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ആ സാരി നിങ്ങളെ കാണിക്കുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നമ്മുടെ ചാനലൊന്ന് നമ്മളെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അതോടൊപ്പം തന്നെ ഓൾ നോട്ടിഫിക്കേഷൻ ബെല്ലൈക്കണോടെ അമർത്തുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ കമൻറ്റുകളും രേഖപ്പെടുത്തുക. നമ്മുടെ വീഡിയോസ് സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണണേ. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ വർക്ക് ചെയ്തേക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ഹായ് ഫ്രണ്ട്സ്, ഇതാണ് നമ്മുടെ ഒരു സാരി, അതായത് വിചിത്ര സിൽക്ക് സാരിയാണ്. ഇതിൻ്റെ മുന്താണിയിലാണ് നമ്മൾ ആദ്യം ഡിസൈൻ കൊടുത്തേക്കുന്നത്. മുന്താണിയുടെ രണ്ട് കോർണറിലും നമ്മൾ ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. ഒരു കോർണറിൽ നമ്മൾ കുറച്ച് വലിയതായിട്ട് കൊടുത്തേക്കുണ്ട്. നമ്മൾ അഴിച്ചിട്ടാൽ നമ്മുടെ താഴത്തെ ഭാഗത്തായിട്ട് വരുന്ന രീതിയിലുള്ളടുത്ത് നമ്മൾ കുറച്ച് വലിയത്, അത് ഞൊറിഞ്ഞെടുത്താലും നമ്മുടെ മേളിൽ വരുന്ന പോർഷനിലാണ് നമ്മൾ വലുതായിട്ട് കൊടുത്തേക്കുന്നത്. പിന്നെ അടുത്ത ഭാഗത്ത് മുന്താണിയുടെ മറ്റ് കോർണറിലും നമ്മൾ കൊടുത്തിട്ടുണ്ട് ഡിസൈൻ. അത് നമ്മൾ ഇത്രയും ചെറുതായിട്ടാണ് കൊടുത്തേക്കുന്നത്, എന്നാലും നല്ല ഭംഗിയായിരിക്കും. കുറച്ച് ചെറുതായിട്ടാണ് നമ്മൾ കൊടുത്തേക്കുന്നത്, അവിടെയും ഡിസൈൻ വരുന്നുണ്ട്. ഓക്കെ, നമുക്ക് അതുപോലെ തന്നെ നമ്മൾ നമ്മുടെ നമ്മൾ ഈ വർക്ക് ചെയ്തേക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ ഷുഗർ ബീഡ്സ് വെച്ചാണ് നമ്മൾ ഈ മുന്താണി സാരിയിൽ വർക്ക് ചെയ്തേക്കുന്നത്. പല കളറിലെ ഷുഗർ ബീഡ്സ്, നമ്മുടെ സാരിയോട് ചേരുന്ന ഷുഗർ ബീഡ്സ് വെച്ചാണ് നമ്മൾ ഇത് വർക്ക് ചെയ്തേക്കുന്നത്. നമ്മുടെ സാരിയുടെ പുറകിൽ നമ്മുടെ ചെറുതായിട്ട് നൂല് ഓടിച്ചേക്കുന്നത് കാണുന്നുണ്ട്. പക്ഷെ നമ്മളിത് ഉടുത്തു കഴിഞ്ഞാൽ നമ്മുടെ സാരി ഇങ്ങനെ ഈ ഷുഗർ ബീഡ്സിൻ്റെ വെയിറ്റ് കാരണം ഇതിങ്ങനെ തൂങ്ങിക്കിടക്കും. അതുകൊണ്ട് നമ്മൾ ആ പുറകിലത്തെ ഒരു നൂല് കാണില്ല, ഒരു അഭംഗി ഉണ്ടാവില്ല. ഇതിങ്ങനെ തൂങ്ങിക്കിടക്കുന്ന കാരണം ഒരു അഭംഗി ഉണ്ടാവില്ല. ഓക്കെ, പിന്നെ അടുത്തത് ഈ സാരി നമ്മൾ ഡിസൈൻ ചെയ്തേക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ മുന്താണിയോട് ചേർന്ന് നിൽക്കുന്ന ഭാഗത്താണ്. അവിടെ നമ്മളിതാ ഇവിടെ ഇങ്ങനെ ഒരു ദൂരം കൊടുത്തിട്ടുണ്ട്. ഓക്കെ, പിന്നെ നമ്മൾ ഷുഗർ ബീഡ്സും കൊടുത്തിട്ടുണ്ട്. ബോൾ പോലെയുള്ള ഗോൾഡൻ കളറിലെ മുത്ത് പിടിപ്പിച്ചിട്ടുണ്ട്. ക്യൂബ്സ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഷുഗർ ബീഡ്സും പല കളറിലുള്ള ഷുഗർ ബീഡ്സും നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ മാത്രമേ നമ്മുടെ ചെസ്റ്റിനോട് ചേർന്ന് നിൽക്കുന്ന ഭാഗത്ത് മാത്രമേ നമ്മളിങ്ങനെ കൊടുത്തിട്ടുള്ളൂ. ഒരു വെറൈറ്റിക്ക് വേണ്ടിയാണ് അങ്ങനെ കൊടുത്തിരിക്കുന്നത്. പിന്നെ അടുത്തത് നമ്മൾ ഈ സാരിയിലെ വർക്ക് വരുന്നതെന്ന് പറഞ്ഞാൽ മുന്താണിയുടെ ഭാഗത്ത് തന്നെയാണ്. മുന്താണിയുടെ അല്ല, ചെസ്റ്റിൻ്റെ ഭാഗത്ത് തന്നെയാണ്. ചെസ്റ്റിൻ്റെ ഭാഗത്ത് ഇവിടെയായിട്ട് നമ്മൾ ഞൊറിഞ്ഞെടുത്ത് വരുമ്പോഴത്തേക്കിന് ഞൊറിഞ്ഞെടുക്കാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ അങ്ങനെ ചെയ്യുമ്പോൾ ഡിസൈൻ വരാനായിട്ട് നമ്മൾ ഈ ഭാഗത്ത് ഇങ്ങനെ ഒരു റൗണ്ട് ഷേപ്പിൽ, ഓവൽ ഷേപ്പിൽ നമ്മളിങ്ങനെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇത്രയും ഷുഗർ ബീഡ്സ് നന്നായിട്ട് കാണുന്ന രീതിയിലാണ് നമ്മൾ കൊടുത്തേക്കുന്നത്. അങ്ങനെ ഇത്രയും സ്ഥലത്താണ് നമ്മൾ ഈ സാരിയിൽ ഡിസൈൻ കൊടുത്തേക്കുന്നത്. നമ്മൾ കാലിൻ്റെ അവിടോട്ടോ ഒന്നും നമ്മൾ കൊടുത്തിട്ടില്ല, അവിടെ നമ്മൾ പ്ലെയിനായിട്ടാണ് ഇട്ടേക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു എങ്ങനെയാണ് ഇത് നമ്മുടെ ചെസ്റ്റിനോട് ചേർന്ന് നിൽക്കുമ്പോൾ ഇതിൻ്റെ ഒരു ഭംഗി എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ഓക്കെ, നമ്മൾ അഴിച്ചിടാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ നമ്മൾ ഇങ്ങനെ ഉടുത്ത് കഴിയുമ്പോഴത്തേക്കിന് ഇങ്ങനെ ഒരു രീതിയിലായിരിക്കും നമ്മുടെ ഡിസൈൻ വരുന്നത്. ഇങ്ങനെയായിരിക്കും, കണ്ടോ? ഇങ്ങനെ ഒരു രീതിയിലായിരിക്കും നമ്മുടെ ഡിസൈൻ വരുന്നത്. ഇനി അഥവാ നമ്മൾ ഞൊറിഞ്ഞെടുക്കാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഇതിൻ്റെ ഡിസൈൻ വരുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഞൊറിവെടുത്ത് കഴിയുമ്പോഴത്തേക്കിന് ഈ ഡിസൈൻ ഇങ്ങനെ ഇവിടെ ഇങ്ങനെ വരും. ഓക്കെ, ഞൊറിഞ്ഞെടുത്താലും നല്ല ഭംഗിയിൽ നല്ല എടുപ്പിലുണ്ടാവും. അഥവാ അഴിച്ചിടുന്നവരാണെങ്കിൽ അഴിച്ചിട്ടാലും നമുക്ക് നല്ല ഭംഗിയിലുണ്ട്. അഴിച്ചിടുന്നവർ നമ്മളിവിടെ ഇങ്ങനെ പിൻ ചെയ്ത് വെക്കുമല്ലേ, ഇവിടെ നമുക്കപ്പോൾ ആ ഡിസൈൻ ഇങ്ങനെ വരും. അപ്പോൾ അതിൻ്റെ ഒരു പ്രത്യേക ഭംഗിയുണ്ടാവും. മനസ്സിലായോ? അഴിച്ചിടുമ്പോഴാണെങ്കിലും ഞൊറിഞ്ഞെടുക്കുകയാണെങ്കിലും നമുക്കത് നല്ല ഭംഗിയിലൂടെ ഇങ്ങനെ കിടക്കും. ഓക്കെ, ഇത്രയുമാണ് ഇതിനകത്ത് ഡിസൈൻ വരുന്നതെന്ന് പറഞ്ഞാൽ. ഇനി അടുത്ത സാരി നമുക്ക് നോക്കാം.
അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ സാരി, അടുത്ത സാരി എന്ന് പറഞ്ഞാൽ നമ്മുടെ ടിഷ്യൂ സാരിയാണ്. നമ്മുടെ ടിഷ്യൂ സാരിയുടെ മുന്താണിയിൽ ടാസിൽസ് വരുന്നുണ്ട്. കണ്ടില്ലേ, ടാസിൽസ് വരുന്ന സാരിയാണ്. നോക്കിക്കേ, ഇതിനകത്ത് വർക്ക് വരുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ വർക്ക് ചെയ്തേക്കുന്നത് നമ്മുടെ സാരിയുടെ ചെസ്റ്റിൻ്റെ ഭാഗത്തായിട്ടാണ് നമ്മൾ വർക്ക് ചെയ്തേക്കുന്നത്. ഈ ഒരു രീതിയിലാണ് നമ്മൾ സാരിയുടെ ചെസ്റ്റിൻ്റെ ഭാഗത്തായിട്ട് വർക്ക് ചെയ്തേക്കുന്നത്. ഇങ്ങനെയാണ് വർക്ക് വരുന്നത്. ഇത്രയും ഒരു നീളത്തിൽ വരുന്നുണ്ട്. കണ്ടില്ലേ, നിറഞ്ഞ് നിൽക്കുക. നമ്മുടെ ചെസ്റ്റിൻ്റെ ഭാഗം ഇങ്ങനെ നിറഞ്ഞ് നിൽക്കുന്ന രീതിയിലാണ്, നല്ല ഭംഗിയിൽ. നോക്കിക്കേ, അതിൻ്റെ വർക്ക് വരുന്നത് എങ്ങനെയാണെന്ന് നോക്കിക്കേ. നമ്മളിത് ഗ്രീൻ കളറിലെ സിൽക്ക് ത്രെഡ് വെച്ചാണ് നമ്മൾ വർക്ക് ചെയ്തേക്കുന്നത്. നമ്മൾ ഗോൾഡൻ കളറിലെ ത്രെഡും നമ്മൾ അതിൻ്റെ താഴെയായിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട്. ലോങ് ആൻഡ് ഷോർട്ട് സ്റ്റിച്ചാണ് ചെയ്തേക്കുന്നത്. നല്ല ഇടുപ്പിൽ നമ്മളൊരു 4-6 ഇഴയോളം എടുത്താണ് ചെയ്തേക്കുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ നല്ല ഫ്ലവർ ഇങ്ങനെ പ്രൊജക്റ്റ് ചെയ്ത് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. പിന്നെ നമ്മളിവിടെ ഫില്ല് ചെയ്തേക്കുന്നത് നമ്മുടെ ഗോൾഡൻ കളറിലെ ഷുഗർ ബീഡ്സ് വെച്ചാണ് നമ്മൾ ഇവിടെ ചെയ്തേക്കുന്നത്. വലിയ ഷുഗർ ബീഡ്സ്, തീരെ ചെറിയ ഷുഗർ ബീഡ്സ് അല്ല, ഗോൾഡൻ കളറിലെ കുറച്ച് ഇച്ചിരി വലിയ ഷുഗർ ബീഡ്സ് വെച്ചാണ് നമ്മളിതിൻ്റെ സൈഡെല്ലാം ഫില്ല് ചെയ്തേക്കുന്നത്. അങ്ങനെ 3 ഇത് വരുന്നുണ്ട്. ഈ ഫ്ലവറിൻ്റെ ഒരു പെറ്റലായിട്ടാണ് നമ്മൾ ചെയ്തേക്കുന്നത്. കണ്ടില്ലേ? ഇപ്പോൾ ഏകദേശം നമ്മളിവിടെ ഫ്ലവർ എത്ര ഉണ്ടെന്ന് പറഞ്ഞാൽ 3, 6, 9, 3, 12, 13, 14 ഫ്ലവർ കൂടെ നമ്മൾ ചെസ്റ്റിൻ്റെ ഭാഗത്തായിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഒക്കെ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന രീതിയിൽ. ഇനി ഇതിനകത്ത് അടുത്ത ഡിസൈൻ വരുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ചെസ്റ്റിൻ്റെ ഭാഗത്ത് തന്നെ ഇങ്ങനെ നീളത്തിൽ ഒരു ഡിസൈനാണ്. കണ്ടില്ലേ, ഇവിടെ വരെ വരുന്ന രീതിയിൽ നമ്മൾ ഇത്രയും വരെ വരുന്ന രീതിയിൽ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇവിടെ ഏകദേശം 1, 2, 3, 4, 5 പെറ്റലോളം നമ്മൾ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ 6 സ്ട്രാൻഡ്സ് വെച്ചാണ്, സിൽക്ക് ത്രെഡ് കൊണ്ടാണ് ചെയ്തിരിക്കുന്നത്. സിൽക്ക് ത്രെഡ് ആയതുകൊണ്ട് നല്ലൊരു ഗ്ലേസിങ് ആയിരിക്കും. പിന്നെ ഗോൾഡൻ ത്രെഡ് വെച്ച് നമ്മൾ ചെയ്തിട്ടുണ്ട്. അത് നല്ല അടിപൊളി നല്ലൊരു തിളക്കമായിരിക്കും. പിന്നെ ഗോൾഡൻ കളറിലെ ഷുഗർ ബീഡ്സ് വെച്ചാണ് നമ്മളിതിൻ്റെ സൈഡെല്ലാം ചെയ്തേക്കുന്നത്. ഓക്കെ, ഇതപ്പോൾ എങ്ങനെയാണ് നമ്മൾ ഉടുത്താൽ എങ്ങനെ വരുമെന്ന് നമുക്ക് ഒന്ന് നോക്കാം. നമ്മൾ ഉടുത്തു കഴിഞ്ഞാൽ എങ്ങനെയാണ് ഈ സാരി വരുന്നതെന്ന് നമുക്ക് നോക്കാം. നമ്മളത് ഉടുത്തു കഴിഞ്ഞാൽ നമ്മൾ കുത്തുന്ന ഭാഗത്തുനിന്ന് തന്നെ നമുക്ക് ഡിസൈൻ അവിടെ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യും. കണ്ടില്ലേ, അവിടെ നിന്ന് നമ്മുടെ ഈ താഴെ വരെ നമുക്ക് ഡിസൈൻ ഉണ്ടായിരിക്കും. കണ്ടില്ലേ, നമ്മുടെ ഈ ഭാഗത്ത് ഇങ്ങനെ നിറഞ്ഞ് നമുക്ക് ഇങ്ങനെ നിൽക്കും. നല്ലൊരു ഫങ്ഷൻ വെയറായിട്ടും നമ്മുടെ ഓണത്തിനൊക്കെ നമുക്ക് നന്നായിട്ട് ഉപയോഗിക്കാനായിട്ട് പറ്റുന്ന, നുറിഞ്ഞെടുക്കുവാണെങ്കിൽ നമുക്ക് നല്ല അടിപൊളിയായിട്ട് കണ്ടില്ലേ, ഇങ്ങനെയായിരിക്കും എൻ്റെ ഇത് വരുന്നത്. കൂടുതലും നിങ്ങൾക്ക് അഴിച്ചിടാനായിട്ടാണ് ഞാനിത് റെക്കമെൻഡ് ചെയ്യുന്നത്. നമ്മൾ അഴിച്ചിടുവാണെങ്കിൽ തന്നെ നമ്മളിവിടെ ഈ ഭാഗം ഇങ്ങനെ നമ്മൾ പിൻ ചെയ്ത് ഇവിടെ ഇങ്ങനെ വെക്കില്ലേ, അപ്പോഴെന്താ ഇവിടെ സൈഡിൽ ഇങ്ങനെ താഴെ ഇങ്ങനെ നിറഞ്ഞ് നിൽക്കും. നല്ലൊരു ഭംഗിയായിരിക്കും കാണാനായിട്ട്. ഓക്കെ, അപ്പം നമ്മൾ ഈ 2 ഭാഗത്ത് മാത്രമേ നമ്മൾ സാരിയിൽ വർക്ക് ചെയ്തിട്ടുള്ളൂ. കൂടുതൽ വർക്കായാൽ ഭയങ്കര റേറ്റായി പോവും. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്കറിയാമല്ലോ, ലോങ് ആൻഡ് ഷോർട്ട് സ്റ്റിച്ചാണ് ചെയ്തേക്കുന്നത്. അത് സിൽക്ക് ത്രെഡ് വെച്ചാണ്, അത് ഗോൾഡൻ ത്രെഡും സിൽക്ക് ത്രെഡും വെച്ച് ചെയ്തിട്ടുണ്ട്. 6 സ്ട്രാൻഡ്സ് ആണ് ചെയ്തേക്കുന്നത്. ലോങ് ആൻഡ് ഷോർട്ടാണ്. അപ്പം നമുക്ക് ഒരുപാട് റേറ്റായി പോകും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഇത്രയും ഭാഗത്ത് ചെയ്തിട്ടുള്ളൂ. അത് തന്നെ ഒരു വെറൈറ്റി ആയിരിക്കും. നമ്മളവിടെ മാത്രമായിട്ട് ചെയ്യുമ്പോൾ ഒരു പ്രത്യേക ഭംഗിയായിരിക്കും. ഈ 2 സ്ഥലത്ത് മാത്രമേ നമ്മൾ വർക്ക് ചെയ്തിട്ടുള്ളൂ. പിന്നെ മുന്താണിയിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ ടാസിൽസ് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മുന്താണിയിൽ നമ്മളൊന്നും ചെയ്തില്ലെങ്കിലും നമുക്ക് വലിയ പ്രശ്നങ്ങൾ ചെയ്യാവുന്നതാണ്. അപ്പോൾ റേറ്റ് കൂടും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഇത്രയേ ചെയ്തിട്ടുള്ളൂ. കണ്ടോ, ടാസിൽസും വരുന്നുണ്ട്. നല്ല ഭംഗിയായിരിക്കും ഈ സാരി കാണാനും. അപ്പോൾ ഇന്നത്തെ ഈ എപ്പിസോഡിൽ നമ്മൾ ഈ 2 സാരിയാണ് കാണിച്ചേക്കുന്നത്.
ഓക്കെ, സാരിയിലെ വർക്കാണ് ഇത്. നമ്മൾ സെയിലിനായിട്ടാണ്. ഇപ്പോൾ താല്പര്യമുള്ളവർ നമ്മുടെ വാട്സപ്പ് നമ്പർ ഇവിടെ കൊടുത്തേക്കാം. ആ വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങൾ കോൾ ചെയ്യുക. വേഗം തന്നെ നിങ്ങൾക്ക് ഇതിൽ രണ്ടിലെ ഏത് സാരിയാണ് നിങ്ങൾക്ക് വേണ്ടതെന്ന് വെച്ചാൽ സ്ക്രീൻഷോട്ട് എടുത്ത് എൻ്റെ വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യുകയോ അല്ലെങ്കിൽ കോൾ ചെയ്യുകയോ ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ഈ എപ്പിസോഡിൽ ഇത്രയേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് നിർത്തുകയാണ്. നമ്മുടെ വീഡിയോസ് ഇനിയും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിന് സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ അടുത്തൊരു എപ്പിസോഡിൽ നമ്മൾ വേറെ ഒരു കേരള സാരിയുമായിട്ട് വർക്ക് ചെയ്ത ഒരു സാരിയായിട്ട് ഞാൻ വരുന്നതായിരിക്കും. അപ്പോൾ അതുവരേക്കും എല്ലാവർക്കും ബൈ.